ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്നും ചെയ്യണ പോലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫോ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് മഴക്കാലത്ത് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് വറ്റി വരണ്ടിട്ട് കിടക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ വേനൽക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടാവും, മഴക്കാലത്ത് തന്നെയല്ലേ ഉണ്ടാവുക എന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പരിസരം പാടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ ചെറുതായിട്ട് തന്നെ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഗ്രാമമാണ് കേട്ടോ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോ എടുക്കാൻ വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ചിരിയാണ് കേട്ടോ. അവർക്ക് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് പറയണത് കേട്ടോ. അവിടെ ഞങ്ങളുടെ ശബ്ദമൊക്കെ വോയിസൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തെ വോയിസ് കൊടുക്കണത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഇപ്പം സമയം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു നേരത്താണ് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടോ. അതിനിട്ട് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഏട്ടന്മാർ ഞങ്ങളെ പറ്റിച്ചു കേട്ടോ. അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ട് അവരെ കാത്തിരുന്ന് കാണാനില്ല കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മെല്ലെ പോയിട്ടോ. അവർ വന്നോട്ടെ, അവർക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അവർ വന്നോട്ടെ വിചാരിച്ചിട്ട്. അവരെവിടേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുളത്തിലേക്ക് പോയേക്കാം കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഈ വഴിക്കും പോയി, അവർ ആ വഴിക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് തിരഞ്ഞു വന്നോളൂ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് എന്തായാലും ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊരു മഴത്തൂളലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊടയും വടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ 3 മണിക്ക് വരെ എന്നിട്ട് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. അവരുടെ ഇതുവരെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മെല്ലെ അങ്ങോട്ട് നടക്കാം, നമ്മൾ നടന്നെത്തുമ്പോഴത്തേനൊക്കെ അവരങ്ങോട്ട് വന്നോളൂ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ കയറുന്നുണ്ട്, പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നില്ല കേട്ടോ. എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് മഴയൊന്നും പെയ്യുന്നില്ല, ചെറുതായിട്ടൊരു തുള്ളലുള്ളൂ. അതിങ്ങനെ പോകണുണ്ട് കേട്ടോ. പോവാ വരികയായിട്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നു? എവിടൊക്കെ പോണേന്ന്? ഞങ്ങളുടെ ചളവറയുടെ സ്വന്തം ആതിരപ്പള്ളി. നമുക്ക് തൃശ്ശൂര് പോയിട്ട് കായ് പറയാൻ നമുക്ക് സമയമില്ലാന്ന്. ഞങ്ങൾ കുടയൊക്കെ ചുരുക്കി വെച്ചു കേട്ടോ. വലിയ കാര്യമായിട്ട് മഴ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുടയൊക്കെ ചുരുക്കി വെച്ചു. കുട്ടികളൊക്കെ എൻ്റെ തുമ്പിക്കുട്ടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരിന്ന് എവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ 2 സൈഡും പാടവും പിന്നെ അതുപോലെ തന്നെ ഒരാൾക്കാരുടെ പച്ചക്കറി ചേനത്തോട്ടവും അതൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഇത് കൂടെ അങ്ങനെ വന്നിട്ടില്ല, എന്തത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. എപ്പോഴൊന്നും വരാറില്ല കേട്ടോ ഈ ഒരു പരിസരത്ത് കൂടെ ഒന്നും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാം. അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ തോന്നും കേട്ടോ. നമ്മൾക്ക് ഫോൺ ഓഫാക്കി വെക്കാനേ തോന്നില്ല. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടായിരിക്കും. നല്ല പച്ചപ്പും നിറഞ്ഞ ഒരു പരിസരമാണ് ഞങ്ങളുടെ എന്നുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്താണ് കേട്ടോ. കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിനെ അങ്ങനെ പോകാറൊന്നുമില്ല. ഈ ഭാഗത്തേക്കേ ഞങ്ങൾ വരാറില്ല കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷെ നടക്കാറേ ഇല്ല. ഇന്നാണ് കേട്ടോ നടന്നത്. അതിന് വേണ്ടിയിട്ട് സമയമൊക്കെ ഒത്തു വന്നത് ഇന്നാണ് കേട്ടോ. പക്ഷെ അവിടെ നല്ലൊരു ഇല്ല അല്ലേ? മഴക്കാലം കാണുമ്പോൾ കണ്ണി കണ്ടൊക്കെ എടുക്കുന്നത്. കുന്നത്തെ പറയ്ക്ക് പോയിട്ടില്ലല്ലോ. കണ്ടപ്പോ തന്നെ അയ്യോ ടൗസർ ഇട്ടിട്ട് വന്നു. അതിന്റെ വേണ്ട ഇപ്പൊ തന്നെ നഞ്ഞു.
എല്ലാം കാണിക്കാം. ദേവി 3 എണ്ണം 3 അമ്മേ ചെന്ന് ചാടിയതോ ചെൽക്കുണ്ടിലേക്ക് പിടിക്കുക. അപ്പോൾ റോട്ടിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളവും പാടത്തുനിന്ന് റോട്ടിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിലൊക്കെ ഞങ്ങൾ കുറേ നേരം കളിച്ചു കേട്ടോ. വെള്ളം കാണുമ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോരുത്തരും ഓട്ടം ചാട്ടം. എൻ്റെ തുമ്പിയൊക്കെ നല്ല ഓട്ടമാണ് കേട്ടോ. കിച്ചുവിനൊന്നും കാണാൻ തന്നെ ഇല്ല. കിച്ചു കുട്ടിച്ചമാരുടെ പിന്നാലെ അവൻ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ മഴയും കാര്യങ്ങളൊന്നും അങ്ങനെ പെയ്തിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ വരാനായിട്ട് പറ്റില്ല കേട്ടോ. നിറയെ വെള്ളമൊക്കെ ഒഴുകി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് വരാൻ പറ്റില്ല. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുതലൊന്ന് കുറവൊക്കെ ഉണ്ട് കേട്ടോ മഴയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ആരും ഇനി നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ. എന്താ ഈ മഴക്കാലത്ത് ആരും വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഒക്കെ ആരും പറയരുത്. വെള്ളച്ചാട്ടം പറയുമ്പോൾ അത്ര വലിയ വെള്ളച്ചാട്ടം എന്നല്ല കേട്ടോ, ചോലയാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളച്ചാട്ടം പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പറയണത്. അല്ലാതെ ആരും നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ. ഇവിടുത്തെ പഞ്ചായത്ത് കിണർ. എടി ഇത് പഞ്ചായത്ത് കിണറൊന്നുമില്ലേ? നിറഞ്ഞെടുക്കും. നല്ല അടിപൊളി വെള്ളല്ലേ? തുമ്പിക്കുട്ടാ കേറിക്കൊന്നും വേണ്ട. ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. പേടി, വെള്ളം കണ്ട പേടി. അയ്യോ കുട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നിട്ട് ഇത് അവസാനം എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് കാടാണ് കേട്ടോ. ഈ കാടൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊരു ഹൊറർ സീനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. പേടിച്ച് ഭയന്നിട്ടൊക്കെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു പ്രേതക്കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് അങ്ങനെ അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിനവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു കുറേ ആൾക്കാർ വരുന്നു കേട്ടോ. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടേക്ക് വരാത്തുള്ളൂ. ഞങ്ങൾ ഇത്ര അടുത്തായിട്ട് പോലും ഞങ്ങൾ വന്നിട്ടില്ല, വരാറില്ല. എവിടെയോ കിടക്കുന്ന ആൾക്കാരൊക്കെ ഇവിടേക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവസാനം വെള്ളച്ചാട്ടത്തിലെത്തി. പറയാനും കിട്ടുന്നില്ലല്ലോ സന്തോഷം കൊണ്ട്. ഒന്ന് കേക്കണമെന്നുണ്ടായില്ല. അല്ല പിന്നെ മൈക്കെടുത്താ മതിയെന്ന്. ഇച്ചാപ്പി എങ്ങനെയല്ലേ കുട്ടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഇറങ്ങിയാ മതി. വലിച്ചു കൊണ്ടോ കുട്ടീനെ കൊണ്ടിരിക്കൊണ്ടല്ലേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വെള്ളച്ചാട്ടം. അടിപൊളിയാണ്. നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഭയങ്കര കളിയായിട്ട് വെള്ളം കണ്ടപ്പോൾ തന്നെ ആരും ഒന്നും പറയരുത്, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ സീനുള്ള സ്ഥലമൊന്നുമല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ, ഓരോ സ്ഥലത്ത് ഓരോ ദുരന്തങ്ങളുണ്ടായ കാര്യമൊക്കെ അറിയാം, മലവെള്ളപ്പാച്ചിലും അതൊക്കെ അറിയാം കേട്ടോ. പക്ഷേ ഇവിടെ അത്ര വലിയ സീനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തിൽ വന്നത് തന്നെ. പിന്നെ അവർ ഞങ്ങളുടെ കൂടെ ഇനി ആരും ഇല്ല എന്നുള്ളൊരു ഇത് വേണ്ട കേട്ടോ. കാരണം അവരിപ്പോൾ വരും, ഏട്ടന്മാരെന്തായാലും ഇപ്പോൾ വരും കേട്ടോ. അവർ ഞങ്ങൾ നടന്നെത്തുമ്പോൾ തന്നെ അവർ വരുന്ന വിചാരിച്ച് അവരെന്തായാലും വരുന്നുണ്ടാവും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂർ ഞങ്ങൾ നടന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾ കണ്ടില്ല, അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വെള്ളം കണ്ടപ്പോൾ. എൻ്റെ കിച്ചും തുമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ജലഭൂതങ്ങളാണെന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ദിനുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മേലെ ഭാഗത്ത്, ഈ വെള്ളം വരുന്ന മേലെ ഭാഗത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ മേലേക്കൊന്നും കയറുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല.
ഞങ്ങളിപ്പോൾ താഴത്ത് നിന്നിട്ട് കളിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ ഉണ്ണിയും പിന്നെ ജിത്തും ഉണ്ട്. അവർ ഞങ്ങളുടെ അനിയന്മാരാണ് കേട്ടോ. അപ്പോൾ അവർ എന്താ പറയുക മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ വെള്ളത്തിൽ നിന്ന് കളിക്കണമുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ലാതെ നിൽക്കണം കേട്ടോ. ആകെ സന്തോഷം കൊണ്ട് അവർ തുള്ളി ചാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കിച്ചും തുമ്പിയൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കട്ടോ. അവർ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ മഴക്കാലത്ത് മാത്രമല്ല ഈ ഒരു വെള്ളം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ വീഡിയോയും എടുക്കണം, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണണം എന്നുള്ളൊരു ഒറ്റൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ വന്നത്. എന്തായാലും ഈ എന്താ പറയുക ചളവറ വെള്ളച്ചാട്ടം എന്ന് അടിച്ചു കൊടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണും ഒരുപാട് ആൾക്കാർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര അടുത്തുള്ള ഞങ്ങൾ പോലും ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടേക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷമൊന്നും ഞാൻ ഏട്ടൻ്റെ ഒപ്പം വന്നാണ് കേട്ടോ അങ്ങോട്ട്. പിന്നെ ഞാൻ ഈ പരിസരത്തേക്കേ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു വില ഉണ്ടാവില്ല. പക്ഷെ എവിടെയോ കിടക്കണ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കലും കുളിക്കലും ഒക്കെ ചെയ്യണത്. നമുക്ക് മാത്രം ഇങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ ഇന്നലെ പോയിട്ട്. ഇന്നലെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇന്നാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന വോയിസ് പറയണതൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾ എപ്പോഴും എന്ന് പറയില്ല, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് വരുമെങ്കിലും അത് വരണ ദിവസം നല്ല അടിപൊളി ദിവസമായിരിക്കും, നല്ല രസമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെ ആയിരിക്കും. പക്ഷെ ഒരു പേടിയൊക്കെ ഉണ്ട്, മഴക്കാലം അല്ലേ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അടച്ചു പൂട്ടി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. കുട്ടികളിലൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷം ഉണ്ട്. അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞെന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴത്തുനിന്ന് മേലേക്ക് കയറിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ താഴെ തന്നെ നിന്ന് കളിക്കുകയാണ്. ഉണ്ണി ജിത്തും ഒക്കെ മേലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അവരൊക്കെ മേലെ പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ. മേലെ നല്ല ഹൈറ്റ് പറയുമ്പോൾ നല്ല ഹൈറ്റ് അല്ല, ഒരു അത്യാവശ്യം
ഹൈറ്റിൽ കേട്ടോ. നമുക്ക് കയറി പോകാനൊക്കെ പറ്റും, അങ്ങനത്തെ ഒരു ഹൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മേലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. കുട്ടികളോടൊക്കെ എങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ താഴെ തന്നെ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളുണ്ടോ ഏറ്റവും താഴത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർ മേലേക്ക് പോയി. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തയച്ചാണ് കേട്ടോ മോളിൽ നിന്നുള്ള വ്യൂ കാണിക്കുക പറഞ്ഞിട്ട്. ഞങ്ങളിവിടെ എത്തി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ അവർ വന്നോട്ടെ, ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മേലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. കിച്ചു ഒപ്പം വരുന്നുണ്ട്. ഞാനല്ലാട്ടെ ഈ വീഡിയോ എടുക്കണത്, ഇത് ചിഞ്ചു എന്നിട്ട് എടുക്കണത്. ഞങ്ങളിപ്പോഴും താഴത്ത് നിന്ന് മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ കയറാൻ ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. ജീന നല്ല അടിപൊളിയായിട്ട് കയറി പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് പേടിച്ചിട്ട് കയറണമെന്നുള്ളൊരു 2 തോണിയിൽ കാലിട്ട് നിൽക്കുന്നു കേട്ടോ ഞാൻ. പിന്നെ ഇപ്പോൾ എല്ലാവരും കയറി പോവാണ്, ഞാൻ മാത്രമല്ല താഴത്തുള്ള വെച്ചിട്ട് ഞാനും പിന്നെ കയറിപ്പോയിട്ടോ. അപ്പോൾ അവനെ എല്ലാവരും പിടിച്ച് കയറ്റുന്നൊക്കെ ഉണ്ട്. കിച്ചു കണ്ടില്ല ഇവിടെ എത്തിയിട്ടോ. തുമ്പിക്കുട്ടി പിന്നെ എൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ചെറുതായിട്ടൊരു വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വിടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള വഴുക്കലൊന്നുമല്ല, നൈസായിട്ടൊരു വഴുക്കലുണ്ട് കേട്ടോ. വെള്ളം അങ്ങനെ പോവല്ലേ, അപ്പോൾ അതിൻ്റെയാണ്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട്, ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടുകൊണ്ട് മഴ പെയ്യണില്ല കേട്ടോ. എന്താണ് അറിയില്ല, അല്ലെങ്കിൽ ഒരു മഴയൊക്കെ പെയ്യേണ്ടത് തന്നെയാണ്. എന്താണെന്ന് മഴയൊന്നും കാര്യമായിട്ട് പെയ്തിട്ടൊന്നും ഇല്ല. ഞങ്ങൾ പോയിട്ട് ചിലപ്പോൾ പെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇപ്പോഴൊന്നും പോകണ ഒരു ലക്ഷണമോ കാണാനില്ല മഴയ്ക്ക് പെയ്യാനായിട്ട്. അപ്പം ഞങ്ങളിതാ താഴെ തന്നെ നിൽക്കാൻ കേട്ടോ. മേലെ നിന്ന് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ ചിഞ്ചു. അപ്പോൾ വെള്ളച്ചാട്ടം കളി നല്ല അടിപൊളിയുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. മുകളിൽ നിന്ന് നല്ല താഴ്ത്തിക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനെ ഏട്ടൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ തന്നെ നിർത്തി കൊടുത്തു കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്നാലും പോകണ്ട, വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാന്നാണ് കേട്ടോ അവർ രണ്ടുപേരും പറയുന്നത്. 2 ആളല്ല 3 ആൾ തന്നെ കേട്ടോ പറയുന്നത്, 3 കുട്ടികളും. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നണ തന്നെ ഇല്ല കേട്ടോ. വീട്ടിലേക്ക് പോകണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ആളിനെ ഏട്ടൻ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി. പിന്നെ ഞങ്ങളും മേലേക്ക് കയറിയിട്ട് ഞങ്ങളെല്ലാവരും അപ്പോൾ ഇപ്പോൾ സമയം 5 മണി 5:30 ആവാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ അടുത്ത് പോവാൻ ചോദിക്കുമ്പോൾ ആർക്കും പോകണമെന്നില്ല കേട്ടോ. എല്ലാവരും ഇപ്പോൾ പോകണ്ട, കുറച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ കാടായ കാരണം കൊണ്ട് തന്നെ ഇവിടെ ഇത്രയും നേരം നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ തുമ്പിയുടെ ഇങ്ങോട്ട് ക്യാമറയ്ക്ക് നോക്കാൻ പറയുമ്പോൾ തുമ്പി ജന്മം ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മാത്രം നോക്കണില്ല കേട്ടോ. അവൾ കിച്ചുവിനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നല്ലേ വന്ന്, ഞങ്ങൾ അവിടെ നിന്ന് വന്ന ആൾക്കാരുണ്ടാ താഴെ മേലെത്തിലും ഇവിടെ ഉരുക്കല നേരെത്തിക്കോളൂ. അവിടെ ഇവിടെ തന്നെ ഉരുണ്ടാല ഉണ്ണി നോക്കിയത് തല ഓർത്തിക്ക താഴത്തെത്തിയിട്ട് തോർത്തിയാ മതി തല. ഇനി ഏത് അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. വെള്ളത്തിൽ കൂടെ അല്ല ഞങ്ങൾ ഇറങ്ങിയത്, ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ വഴി കൂടെ എന്നിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ മീൻ പിടിക്കണോടത്തുനിന്ന് അങ്ങനെ നേരെ വന്ന കാരണം കൊണ്ടാണ് മീനൊക്കെ നോക്കുകയാണ് കേട്ടോ. കുട്ടികൾ എന്ത് മീനാണ് കിട്ടിയതെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പോയി നോക്കാൻ പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി പോയിട്ട് വേണം ഞങ്ങൾക്കിത് കറിയൊക്കെ വെക്കണം. ഇത് ഇവർ കുളത്തുനിന്ന് പിടിച്ചിട്ട് വന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് ഇനി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് സമയം. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ ഡ്രസ്സ് മാറ്റുന്നുണ്ട് കുട്ടികളുടെ. അപ്പോൾ നമ്മുടെ
ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.